ഇത് നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന മെഷീനാണ്. ഇത് എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ പാർട്ട്. ഇതിൻ്റെ അകത്ത് ഒരു ബ്ലേഡ് ഉണ്ടായിരിക്കും. പിന്നെ ഈ സാഫ്റ്റ് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൈകണമെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് ആവശ്യമായ സാധനം ഇത് നമ്മളെ ടോയ്സ് കാറിൽ നിന്നും നമുക്ക് അയച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ സ്ക്രാപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. 50 രൂപ കൊടുത്തു. സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതാണിത്. ഈ ടോയ്സ് കാറിൻ്റെ ഗിയർ മോട്ടറാണിത്. 6 വോൾട്ടാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്. ഇത് ഒരു വുഡോ അല്ലെങ്കിൽ വല്ല മൾട്ടി വുഡോ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും സാധനത്തിനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബാറ്ററി ഇട്ട് കൊടുത്താണ്. 3.7ൻ്റെ 2 ബാറ്ററിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിന് കണക്ഷൻ ചെയ്യുന്ന ഈ സ്വിച്ച് ഇതിൻ്റെ ഓൺ ഓഫിന് വേണ്ടിയിട്ടാണ്. ഓൺ ഓഫിന് ഇത് റിവേഴ്സിലും കറങ്ങും. റിവേഴ്സ് ഫോർവേഡാണിത് കറങ്ങുന്നത്. ഈ കൈ കൊണ്ട് തിരിക്കുന്ന ഒരു മോട്ടറായിരുന്നു ഇത്. കൈ കൊണ്ട് തിരിക്കുന്ന മോട്ടറല്ല, ഒരു ഹാൻഡ് മെഷീനായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. കൈ കൊണ്ട് തിരിച്ചാൽ ഇത് പക്ഷേ കൈ കൊണ്ട് നമ്മൾ തിരിക്കുന്ന നേരത്ത് ഭയങ്കര ടൈറ്റ് വരും. കൈ നല്ല വേദന അനുഭവപ്പെടുന്നുണ്ടത്. അപ്പോൾ അതിനാണ് എനിക്ക് തോന്നിയത്. ആദ്യം ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടുത്തെ ത്രെഡ് നെട്ട് ഇതിൻ്റെ ഭാഗത്ത് കഴിച്ചെടുത്തിട്ട് അതിന് ചെറിയ മെറ്റൽ പ്ലേറ്റിൻ്റെ ഇതുപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കുടുക്കി വെച്ച് അത് എന്തിനു വെച്ചാൽ ഇതിൻ്റെ അകത്തോട്ട് കറക്റ്റായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണത് ഇങ്ങനെ വെക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് പ്ലേറ്റിൽ ഇതുപോലെ ബെൻഡ് ചെയ്തെടുത്ത് ഇതിന് 2 ഹാൻഡിൽ ഇങ്ങനെ പിടിപ്പിച്ച് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഒരു ക്ലാമ്പ് ഹോളിട്ടിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്തെടുത്ത് ഞാനുണ്ടാക്കിയത് SS-ൻ്റെ ഒരു ട്യൂബ് കട്ട് ചെയ്തെടുത്താണ്. അത് GIയുടെ എന്തായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഈ പ്ലേറ്റ് വെൽഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്, വെൽഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നോർമലായിട്ട് ഉപയോഗിക്കുന്ന അധികം ഇതൊരു പ്രോബ്ലമാണ്. ഇതിൻ്റെ അടിയിലൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഈ ഗ്യാപ്പിലൂടെ കുഴച്ച് വെച്ച് മാവ് പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഇതുപോലെ ഒരു ബോട്ടിൽ അടപ്പെടുത്തിട്ട് ഇതുപോലെ ഇത് തന്നെ ഗ്യാസിൽ ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്തപ്പോൾ ഇതുപോലൊരു പ്ലേറ്റ് നമുക്ക് റൗണ്ടായിട്ടുള്ള കട്ടായിട്ട് കിട്ടി. അപ്പോൾ ഇത് ഈ മാവിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല ടൈറ്റായിട്ടുണ്ടാവും. എയർ ഗ്യാപ്പില്ലാതെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒട്ടും മുകളിലോട്ട് വരില്ല. കൂടാതെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിലോട്ട് മാവിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ സെറ്റ് ചെയ്യുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ സാധാരണ ഈ ത്രെഡ് ഇട്ട് വെക്കുന്നത്. ഇട്ട് വെച്ചതിൻ്റെ ആയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക ചെയ്യുക. സെറ്റ് ചെയ്തെടുക്കുക. ഇത് പൊങ്ങി പോകാതിരിക്കാനാണ് ഈ ക്ലാമ്പ് കൊടുക്കുന്നത്. ഈ ക്ലാമ്പ് കൊടുത്തിട്ട് ക്ലാമ്പ് സൈഡിലായിട്ട് ഇതിൻ്റെ സൈഡിൽ ഇത് സ്ക്രൂ 2 സൈഡിലും ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഇവിടെയും. എന്നിട്ട്
ഇതിൻ്റെ കേബിൾ വരുന്നേക്കൊരു ഹോള് അടിച്ചിട്ട് അതിലോട്ട് ഇത് ഇറക്കി വെക്കണം. അപ്പോൾ ഇതുപോലെ കാറ്റ് പൊങ്ങി വരും മുകളിലോട്ട്. ഇത് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടുള്ള സോക്കറ്റാണ്. 2 ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 3.7 2 ബാറ്ററി കൊടുത്തിട്ട് ഈ മെഷീന് 100% യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ എല്ലാം പ്രവർത്തനത്തിന് ശേഷമാണ് ഇത് വീഡിയോ ഇടുന്നത്. അത് ഉണ്ടാക്കുന്ന എല്ലാ ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് അതുകൊണ്ടാണ്.